സന്തോഷമുള്ളവർ കരം പറ്റി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദിവസങ്ങളായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദിവസങ്ങളിൽ കടന്നു വരുവാൻ കൃപ ചെയ്തത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ വർഷം പരിശുദ്ധാത്മാവ് വളർച്ചയെക്കുറിച്ച് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരെ കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചവരെ കൊണ്ടുപോകാനുമല്ല ദൈവം വരുന്നത്. അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നവരെ, വളർച്ചയില്ലാത്തവരെ കൊണ്ടുപോകാൻ നാഥൻ വരുന്നില്ല. അവൻ സ്വതം കൊയ്ത് കളപ്പുരയിൽ ചേർക്കാൻ നാഥൻ കടന്നു വരുന്ന നാഴികകൾ ആസന്നമായിരിക്കുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാസം ജൂലൈയിൽ പരിശുദ്ധമ്മ പറഞ്ഞു, വളർച്ചയ്ക്ക് വെളിച്ചം ഒത്തിരി ആവശ്യമാണ്. അവൻ സ്വന്തം വെളിച്ചം. അവൻ അവസാനം നമ്മൾ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്ന അവൻ എഴുന്നേറ്റ് ദൈവമാണ് നമ്മുടെ വെളിച്ചം. അവനിൽ ഇരുട്ടൊട്ടും ഇല്ല. ഇന്ന് രാത്രി കുഴക്കമില്ലാതെ സമാധാനത്തോടെ ജീവിക്കണം. ഈ വെളിച്ചത്തിൽ വന്നാൽ മതി. വളർച്ച മാത്രമല്ല, കുഴക്കങ്ങൾ മാറും. മാത്രമല്ല, ആ വെളിച്ചം നമ്മൾ പ്രകാശിക്കുമ്പോൾ ലോകത്തിലെല്ലാം ഞങ്ങൾ അന്ധകാരത്തിലുള്ളവർക്ക് പ്രകാശമായിട്ട് മാറും. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. അവൻ 4 ഭിത്തിക്കുള്ളിൽ സഭയായിട്ടിരിക്കാനല്ല. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഒരു കർത്താവിന്റെ ദാസനുണ്ട്. പാസ്റ്റർ ടെൻസനായ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വളരെ വിചിത്രമാണ്. ഞങ്ങൾ കഴിഞ്ഞ മിഷൻ ഫിലി ഔട്ട്റീച്ച് ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇംഗ്ലീഷ് വർഷിപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ റിജിൽ ബ്രദർ, കാരണം നമ്മള് 3 ആഴ്ച മുമ്പാണല്ലോ നമ്മുടെ ബറാക്ക ഗോസ്പൽ ഫിറ്റ്നസ് മിനിസ്ട്രീസിന്റെ ഒരു ആനുവൽ മീറ്റിംഗ് കൂടിയത്. അന്ന് കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞു, 4 ഭിത്തിക്കുള്ളിറക്കാതെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങണം. പ്രത്യേകിച്ച് കെൻസിംഗ്ടൺ ഏരിയ, ഫിലദൽഫിയയിൽ കെൻസിംഗ്ടൺ ഒരു ഏരിയ ഇല്ലാതെ ആക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. നമ്മൾ ചുവടുവെച്ചാൽ മതി. അനേക കോൺടാക്റ്റുകൾ ദൈവം നമുക്ക് തരുന്നു. ഈ ദിവസങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ച് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, മറ്റുള്ള ചർച്ചകളുമായിട്ട് സ്വന്തം ചെയ്യുന്ന കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രവർത്തിക്കാൻ ഇരിക്കുമ്പോൾ NRI കോൺഫറൻസ് എല്ലാം അവിടെയും അവൻ പരിശുദ്ധമ്മ പറയുന്നത് സ്വന്തം ചെയ്യുന്നു. എന്താണ് ആ കോൺഫറൻസ് തീം? എന്തായിരുന്നു? 1 accord, 1 spirit, 1 mission. ഒറ്റക്കെട്ടായിട്ട് ഒരേ ആത്മാവില് ഒരൊറ്റ ദൗത്യം. വേറെ പരിപാടിയൊന്നും ഇല്ല. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം. സ്വന്തം സഭ തട്ടിക്കൂട്ടുന്ന പരിപാടി കർത്താവ് പറഞ്ഞു. നമ്മളാരുമല്ല സഭയെ പണിയുന്നത്. ആരാ പണിയുന്നേ? കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇന്ന് മനുഷ്യൻ പണിയാൻ പോകുമ്പോ പണിയെല്ലാം പാറയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം വിട്ടു പോകാൻ കാരണം നമ്മുടെ സഭയിലെ ആത്മീയരെന്ന് പറയുന്നവരുടെ മധ്യത്തിലെ പോരുകളും ക്ഷമയില്ലായ്മയും കണ്ടിട്ട് ഈ ദിവസങ്ങൾക്ക് അറിയാം. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ, ഞങ്ങളുടെ വിശ്വാസികളുടെ മധ്യത്തിൽ ഞങ്ങൾ വക്രരായി തീരാതിരിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അന്യഭാഷയിൽ ആരാധിക്കുന്നതിനേക്കാൾ വലിയ കാര്യം ആത്മഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. കുറെ ആൾക്കാരെ കൂട്ടാം, പക്ഷെ അവരെല്ലാം നിത്യനരകത്തോട്ട് എത്തിക്കുമെന്നല്ല അതൊരു പ്രയോജനമില്ല. ഈ ദിവസങ്ങളിൽ ഒറ്റ മിഷൻ, ഒരാത്മാവെങ്കിൽ ഒറ്റ വ്യക്തി മിഷനെ കാണാൻ അതിനിടയാകട്ടെ. ഇന്ന് കഴിഞ്ഞ മിഷൻ ഫിലി ഔട്ടേജിൽ പെട്ടെന്ന് റിജിൽ ബ്രദർ പറഞ്ഞു, പക്ഷേ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യപ്പുറത്ത് അവനവിടെ ഒരു ചർച്ച് കണ്ടു. അവിടെ ഇന്ത്യക്കാരെ പോലിരിക്കുന്നു. ഒത്തിരി പേർ ഇറങ്ങി അവിടെ പ്ലാക്കാർഡൊക്കെ പിടിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് അവരാരാന്നൊന്ന് പോയി കണ്ടുപിടിക്കണം, അവരൊന്ന് പോകണം. സ്വന്തം റിജിൽ കൊണ്ട് പറയും, പോകാം, കണ്ടുപിടിക്കാം. അങ്ങനെ പറയും. NRI കോൺഫറൻസ് പോകും. ഞായറാഴ്ച ആരാധന ഇറങ്ങി വരുമ്പം പ്രിയ സഹോദരൻ അവിടെ നിൽക്കുന്നു. എന്താ പേരെന്ന് പറഞ്ഞാൽ, എന്റെ പേര് പാസ്റ്റർ ടെൻസൺ എന്നാ. എവിടെയാ പാസ്റ്റർ? ഞാൻ ഫിലഡൽഫിയിലെ. എവിടെയാ? ഇന്നിടത്താണ്. അവിടെയോ? ബ്രദർ ചർച്ചിന്റെ അതിന് തൊട്ട് പുറകിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളാണോ? നിങ്ങൾക്ക് യൗവനക്കാരായിട്ട് ചിലർ പുറത്തിറങ്ങി വേല വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. ഞങ്ങളാന്ന് പറഞ്ഞു. അവിടെ ആരാധന 6:30 മുതൽ. അപ്പൊ നോക്കണേ, ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് ഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം, എന്താ ചൊവ്വാഴ്ച പരിപാടികൾ? മറ്റും സയൻസ് എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണ് കഥ. എനിക്ക് അല്ലാത്ത അദ്ദേഹത്തിന് നേരിട്ട് പരിചയമൊന്നുമില്ല. കണ്ടപ്പോ, കാരണം റിജിൽ ബ്രദറിൽ കൂടി വന്നു, അവരെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. കണ്ണിന് മുമ്പിൽ കൊണ്ട് തന്നപ്പോ പറഞ്ഞു, ചൊവ്വാഴ്ച വന്നാട്ട് ദൈവം പ്രസംഗിക്കാൻ കർത്താവിന്റെ ദാസനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ജോലി 7 മണിക്ക് തീരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എത്രയായാലും സാരമല്ല, ജോലി കഴിഞ്ഞിട്ട് വാ. സ്വതന്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവിനോട് മധ്യത്തിലുണ്ട്. 1/2 മണിക്കൂറേ തനിക്കുള്ളെങ്കിലും ശുശ്രൂഷയുള്ള ഒരു കർത്താവിന്റെ ദാസനാണെന്ന് ഞാൻ അറിയുന്നു. ഇതുവരെ കണ്ണോ കേൾക്കോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. പ്രാർത്ഥനയോടെ ആയിരിക്കാൻ. ദൈവമില്ലാതെ ആരെയും നമ്മുടെ മധ്യത്തിൽ എന്ത് ചെയ്യത്തില്ല, അയക്കത്തില്ല. ഇന്ന് രാത്രി കൊതിയുണ്ടോ പ്രിയമുള്ളവരെ? ജസ്റ്റ് പള്ളിയിൽ പോകുന്നവരെ കർത്താവിന് വേണ്ട. കർത്താവ് മടുത്തിരിക്കുക. ഈ ആത്മീക വർധന. കാരണം ഷുഗറും പ്രഷറും ആത്മീയത്തിലുണ്ടെന്നറിയാമോ? സ്വന്തം ചെയ്യും. കുടവയർ ആത്മീയത്തിലുണ്ടെന്നറിയാമല്ലോ, അല്ലേ? സ്വന്തം ചെയ്യുന്നു. വെളിയിൽ മാത്രമല്ല, ഭൗതികം മാത്രമല്ല, നിങ്ങൾ കേട്ട് വചനം കേട്ടോ, ഭയങ്കര നല്ല വചനം, നല്ല ആഴം.
അവിടെ എന്തോ പ്രയോജനം? ഇത്ര ആഴവും ഇത്ര ഡീപ്പും നിങ്ങൾ അറിഞ്ഞിട്ട് എന്തോന്ന് പ്രയോജനം? എന്തോ പ്രയോജനം? ബൈബിൾ പറയുന്നു, വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്ത് വെച്ചിരിക്കുന്ന അറിയാമോ? ഒരു വർഷം കൂടി തീർത്തു. ദൈവം പറഞ്ഞു, വെട്ടിക്കള. നല്ല ഉടയവനായ കർത്താവ്, നല്ല തോട്ടത്തിന്റെ നല്ല തോട്ടക്കാരൻ, അപ്പാ ഒരു വർഷം കൂടി ഞാൻ വളർന്നു. ഒരു വേള മനം തിരിഞ്ഞു വന്നാലോ? സത്യം അറിഞ്ഞിട്ടും ദൈവത്തെ വിട്ടു മാറി സ്വന്തം വഴികളിൽ, ബൈബിൾ പറയുമ്പോൾ കർത്താവ് നാമൊക്കെയും ആടുകളെ പോലെ താന്താങ്ങൾ തെറ്റിപ്പോയി, നമുക്കെയും താന്താങ്ങളുടെ വഴിക്ക്, നമ്മുടെ സ്വന്തം വഴികളിലേക്കും സ്വന്തം ആലോചനകൾക്കും തിരിയുമ്പോൾ നമ്മുടെ അകൃത്യമൊക്കെ ആരുടെ മേൽ കൊടുത്തു. ഇന്ന് രാത്രി പയറുപോലെ ഇരിക്കാൻ കാരണം എന്റെ അകൃത്യമെല്ലാം ഒരു വർഷം കൂടെ, അപ്പൊ ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞ് ആ തോട്ടക്കാരൻ പിതാവിന്റെ ബലത്ത് മധ്യസ്ഥം കഴിക്കുന്നുകൊണ്ടാണ് നമ്മിൽ പലരും പയറുപോലെ നിൽക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവെ ഞങ്ങളെ ഒന്ന് കത്തിക്കണേ. ആകാശം കഴിയുമ്പോൾ മറിച്ചില്ലേലും എന്തെങ്കിലും ഒന്ന് നിനക്ക് വേണ്ടി ചെയ്യാൻ ഈ നഗരത്തിൽ ഒരു വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരും അവർക്ക് അവരുടെ വർഷിപ്പ് 6 o'clock മുതലാണ്. സൺഡേ ഞായറാഴ്ച ആ ചർച്ച് 100 വർഷം പഴക്കമുള്ളൊരു നസ്രീൻ ചർച്ചാണ്. ഒരു നാസ്രീൻ ചർച്ചാണത്. 100ഓളം വർഷം പഴക്കമുള്ളതാണ്. സ്വന്തം അവിടെ അവര് യൗവനക്കാരായി ഒരു കൂട്ടം ആൾക്കാർ കുറച്ചു പേർ അവരെ ദൈവത്തെ ആരാധിക്കുന്നു. അവരുടെ ലക്ഷ്യം സുവിശേഷീകരണമാണ്. ഫിലദൽഫിയ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അങ്ങനെ കർത്താവിന്റെ ദാസനെ അനുഷ്ഠിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനത്തെ അവസരം കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ഇത് മറന്നുപോയായിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിന്റെ കാര്യം. എന്റെ വൈഫ് ക്യാരിയിങ് ആണ്. അതിൽ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ജോലിക്ക് പോയി. ഞാൻ 7:30 വരെ അവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഫാസ്റ്റ് പെട്ടെന്ന് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ അത് മാറ്റിയെടുത്തു. പറഞ്ഞ വാക്ക് ദൈവസന്നിധിയിലാണല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് പാസ്റ്റർ ഡെൻസൺ എന്നാണ്. ഞാൻ കൊട്ടാരക്കരയാണ് എന്റെ സ്വദേശം. ഇപ്പൊ ഇവിടെ ഫിലദൽഫിയ റോൺ സ്ട്രീറ്റിൽ താമസിക്കുന്നു. ഈ പട്ടണത്തിൽ കർത്താവ് ഞങ്ങൾ കുടുംബമായി ഇവിടെ താമസിക്കുന്നു. ഞാനൊരു ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ ഒരു പാസ്റ്റർ മകനാണ്. ഒരിക്കൽ പോലും പാസ്റ്റർ ആകത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. ഒരിക്കൽ പോലും പാസ്റ്റർ ആകത്തില്ലെന്ന് പറഞ്ഞ് സകലത്തെയും വിമർശിച്ചൊരു കാലഘട്ടം പുറകിലുണ്ട്. എഴുതുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ 2020 ബാംഗ്ലൂരിൽ ബത്തേലേജിയിൽ നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഒരു അഭിഷക്തൻ ഇങ്ങനെ പറഞ്ഞു, ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ഈ വിമർശന ബുദ്ധിയിൽ ഞാൻ അന്ന് ചോദിച്ചു, ദൂതന്മാരുണ്ടോ? അന്ന് രാത്രിയിൽ ഞങ്ങൾ കുറച്ച് ദേവദാസന്മാർ, ഞാനന്ന് ചർച്ചഗോഡിന്റെ പാസ്റ്ററാണ്. ചർച്ചഗോഡിന്റെ ഒരു കൂട്ടവുമായി, എന്റെ പപ്പ പാസ്റ്റർ ആയതുകൊണ്ട് ഞാനും ചർച്ചഗോഡിന്റെ അകത്ത് ഒരു ആക്റ്റീവ് അംഗമാണ്. ഞാൻ YPയുടെ സെക്രട്ടറി, നാഷണൽ കൗൺസിൽ അംഗമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുക. പെട്ടെന്ന് ഞങ്ങൾ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ദൂതന്മാരുണ്ടോ? അപ്പൊ അതിനകത്തിരിക്കുന്ന ഒരു ദേവദാസൻ, പുറത്ത് മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്ന ഒരു ദേവദാസനാണ്. ദുബായിൽ നിന്ന് നാട്ടിലോട്ടൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ മിനിസ്ട്രിയിൽ ഒരു പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒരു ദേവദാസൻ പറഞ്ഞു, നമ്മളുടെയൊക്കെ ഒരു ആവേശമല്ലേ പ്രസംഗത്തിനകത്ത് അടിച്ചുവിടാൻ. പക്ഷേ ഞാൻ അന്ന് രാത്രി പറഞ്ഞു, അത് ആവേശമല്ല. അങ്ങനെയാണെങ്കിൽ ദൂതനുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ദൂതൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്നു. അന്ന് എന്റെ ചേഞ്ച് ചെയ്തതാണ് പരിശുദ്ധാത്മാവ്. ഇത്രത്തോളം എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മാറ്റാൻ പറ്റും. അഭിഷേകത്തിന് മാറ്റാൻ പറ്റും. ഇന്ന് ഞാൻ എവിടെ പോയാലും, ഏത് ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ പോയാലും കർത്താവ് അയക്കുന്നിടത്തെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ എഡ്യൂക്കേഷൻ കൊണ്ട് പറ്റാത്തത് അഭിഷേകം കൊണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദിവസത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഫിലദൽഫിയയിൽ ചർച്ച തുടങ്ങണം എന്നൊരു ആഗ്രഹം എനിക്കില്ലായിരുന്നു.
Amen. Amen. കാരണം എനിക്ക് ഞാൻ ദുബായിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവിടെ ഒരു സഭ സ്ഥാപിച്ചു. ഏകദേശം 4 വർഷം കൊണ്ട് ഏകദേശം 100-ൽ പുറത്ത് വിശ്വാസികളെ അവിടെ നേടാൻ കർത്താവ് Hallelujah. എല്ലാ യുവജനങ്ങളാണ്. Amen. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 2 വർഷം ഇവിടെ നിന്നിട്ട് തിരിച്ച് ദുബായിക്ക് പോകണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ നിന്നത്. Amen. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇവിടുത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ ഇവിടുത്തെ പല ചർച്ചകളിലും ഫിലദൽഫിയ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചർച്ചകളിൽ മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കും. കാരണം ഫിലദൽഫിയയിൽ എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കാലത്ത് കർത്താവ് ഒരു ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ എന്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ജനം എപ്പോഴും അഭിഷേകത്തിന്റെ പുറകിൽ ചലിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടുത്തെ മീറ്റിങ്ങുകളൊന്നും എടുക്കാതെ പുറത്തുള്ള മീറ്റിങ്ങുകൾ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേഷ് ബാബു കർത്താവിന്റെ ദാസൻ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുമ്പോ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ ആയിരിക്കുന്നിടത്ത് ഒരു സഭ നിന്നെ കൊണ്ട് കർത്താവ് പണിയിക്കും. അദ്ദേഹത്തിന് ഞാൻ പാസ്റ്ററാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ അന്ന് പറഞ്ഞ ദൈവശബ്ദത്തിന് മുമ്പ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് കൃത്യമായി പറയണം. അന്ന് രാത്രി സ്വപ്നത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞു നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ താമസിക്കുന്ന സ്ഥലം നോർത്ത് ഈസ്റ്റ് ആണ്, അവിടെയോ? യെസ്. എന്നിട്ട് എന്നെ ആ പ്ലേസും കാണിച്ചു. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ ചർച്ച്, ഇന്നും പലർക്കും അതറിയത്തില്ല ആ ചർച്ച്, അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടെന്ന്. റോഡ് സൈഡിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ ആദ്യമേ പോയി, ഞാനും വൈഫും കൂടെ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് വീണ്ടും പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്നാ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആണ് ആ ഹോൾ ഞങ്ങൾക്ക് കർത്താവ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരും ഇൻവിറ്റേഷൻ ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്നെങ്കിൽ 31-ാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ആരാധനയ്ക്കായി ഒരു സമയം വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നത് കൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലോഡ്സൺ ആന്റണി, അതോടൊപ്പം തന്നെ ഇന്നലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ ജോർജ് ഡെലിവറൻസ് ചർച്ച് കോട്ടയം ചർച്ചിന്റെ പാസ്റ്ററും നമ്മുടെ ഇടയിൽ ഇവിടെ ഫിലദൽഫിയയിൽ ശുശ്രൂഷിക്കാനായി കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നിങ്ങൾ എല്ലാവരും കടന്നു വരണം. അതൊരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അടുത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കുക. ഒരു സഭ പൊളിച്ച് ഒരു സഭ പണിയാൻ എളുപ്പമാണ്. പക്ഷേ അഭിഷേകത്തിൽ ഒരു സഭ അടുത്തൊരു ജനറേഷനെ കാണിച്ചു കൊടുക്കാൻ ബെന്തക്കോസിനകത്തുനിന്ന് ഒരു ബെന്തക്കോസ് എഴുന്നേറ്റേ മതിയാകും. എത്ര പേര് സ്തോത്രം ചെയ്യും? ബെന്തക്കോസിനകത്തുനിന്ന് ഒരു ബെന്തക്കോസ് വേണം. ഞാനൊരു മൂന്നാം തലമുറക്കാരൻ ബെന്തക്കോസുകാരനാണ്. അതുകൊണ്ട് തന്നെ ഷിമിയോൻ പറഞ്ഞതുപോലെ, ഗിദെയോൻ പറഞ്ഞതുപോലെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷേ ഒരു കേട്ടറിവല്ലാത്ത അനുഭവമുള്ള ഒരു തലമുറ ഫിലദൽഫിയക്കകത്ത് പൊങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ ദേശത്തിനകത്തൊരു റിവൈവൽ ഉണ്ടാകും. നിങ്ങൾ എത്ര പേര് കൊതിക്കുന്നുണ്ട്? ഞാന് ഈ രാജ്യത്ത് വന്ന് പ്രത്യേകിച്ച് കെൻസിംഗ്ടണിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ ദേശത്ത് ഇറങ്ങി നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ ആഴ്ചയിലാണ് ആ ദേശം, 3-ാമത്തെ വീക്കിൽ ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഒറ്റ ഒരാളെ പോലും കണ്ടില്ല. നമ്മുടെ അഭിഷേകത്തിന് പവറുണ്ട്, നമ്മുടെ അഭിഷേകത്തിന് ദൈവപ്രവർത്തികൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തിനകത്ത് റിവൈവലുണ്ട്. ആമേൻ. ദൈവദാസൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് അന്ധകാരത്തെ മാറ്റും. നിങ്ങൾക്കറിയാമോ, എത്ര പേർക്കറിയാം ഈ അമേരിക്കയിൽ ആദ്യത്തെ ഉണർവ് നടന്നത് എവിടെയാണെന്നറിയാമോ? ആദ്യത്തെ ഉണർവ് നടന്നത് എവിടെയാണെന്നറിയാമോ? എവിടെയാണെന്നറിയാമോ? 1800-കളിൽ എവിടെയാണ് ആദ്യത്തെ ഉണർവ് നടന്നതെന്നറിയാമോ? ഫിലദൽഫിയയിലാണ്. ഫിലദൽഫിയയിലാണ് ആദ്യത്തെ റിവൈവൽ നടന്നത്. പക്ഷെ അത് ഹിസ്റ്ററിക്കകത്ത് പോലും ഇല്ല. ഇന്ന് ആ ചർച്ച് പോലും ഇല്ല. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, ഒരു തലമുറ എഴുന്നേറ്റേ പറ്റിയുള്ളൂ. ഈ രാജ്യത്തിനകത്ത് ഒരു ഉണർവുണ്ട്, തീർച്ചയായും ഈ പട്ടണത്തിനകത്ത് ഒരു ഉണർവുണ്ട്. അണഞ്ഞു പോയതിനെ കത്തിക്കാൻ ഒരു തലമുറ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ, ആമേൻ. ഞാന് ഈ എന്റെ അകത്ത് കിടക്കുന്ന ഭാരം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ വാൾമാർട്ടിൽ, നമ്മുടെ ഇവിടെ ഉള്ള വാൾമാർട്ടിൽ, ഇവിടെ അടുത്തല്ലേ, ഇവിടെ അല്ലേ,
ഇവിടുത്തെ വാൾമാർട്ടിൽ ഞാൻ പോയപ്പോ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. ഫ്രീ ഖുറാൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Hallelujah. ഞാൻ അവിടെ നിന്ന് 2 മിനിറ്റ് നോക്കിയപ്പോൾ ഒത്തിരി പേര് വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. Amen. Amen. അപ്പൊ ഞാനും ഓർത്ത്, കർത്താവ്, ബന്ധക്കോസുകാരാകുന്ന നമ്മൾ Hallelujah. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്നേഹിച്ച് Hallelujah. നമുക്ക് കർത്താവ് 3-ാം തലമുറയും 2-ാം തലമുറയൊക്കെ നാട്ടിൽ കിടന്ന് നാട്ടിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ച Hallelujah. അവരുടെ മക്കളും കൊച്ചുമക്കളും ഇന്ന് ഈ പട്ടണത്തിൽ വന്ന് കൃപയേ. അനുഗ്രഹിക്കപ്പെട്ടു. അതിനുശേഷം വീട്ടിൽ കിടന്നുറങ്ങുന്നു. Amen. ഹലോ, Yes. വീട്ടിൽ കിടന്നുറങ്ങുന്നു. Amen. അവര് വർക്ക് ചെയ്യുന്നു. ഉയ്യോ നിങ്ങൾക്ക് പരസന്റെയോ. ഇത് ലൈവാണോ ദേവദാസനെ? ഞാൻ കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. ഈ പട്ടണത്തിനകത്ത്, നോർത്ത് ഈസ്റ്റിനകത്ത് എത്ര മുസ്ലിം പള്ളി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? Altogether Philadelphia 84 congregations ഉണ്ട് ഫിലദൽഫിയ മൊത്തം. ഞങ്ങളുടെ ചർച്ചിനെ ചുറ്റി ഏകദേശം 63 പള്ളിയാണുള്ളത്. Amen. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ 7 ദിവസം ഞങ്ങളുടെ ചർച്ച് ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഇരിക്കുമ്പോ എന്റെ ചർച്ചിലെ ഒരു പയ്യനും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ചർച്ചിനകത്ത്. ആ പ്രാർത്ഥന നീണ്ടുപോയി. 10 മണിയായി. 10 മണിയായി കഴിഞ്ഞപ്പം ഞങ്ങൾ പുറത്ത് വണ്ടിക്കകത്തോട്ട് വരാൻ നേരത്തായപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞങ്ങളുടെ ഹാളിന് ചുറ്റും 2 മുസ്ലിങ്ങൾ വിത്ത് പ്രസ് അവര് നടന്ന് പ്രാർത്ഥിക്കുക ആ സ്ഥലത്തിന് വേണ്ടി. Hallelujah. Yes. Yes. 100 വർഷം ഉണരുവാൻ പഴക്കമുള്ള ഒരു സമയമായി. ചർച്ച്, Amen. Amen. 100 വർഷമായ ചർച്ച്, Amen. അവർക്ക് നോട്ടമുണ്ട്. പക്ഷേ ഞാൻ അന്ന് രാത്രി അവിടെ ഡിക്ലെയർ ചെയ്തു, പിശാചേ, Hallelujah. ഇത് നിനക്കുള്ളതല്ല, ഇത് ദൈവമക്കൾക്ക് ആരാധിക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയാം, ഈ പട്ടണത്തിനകത്തൊരു റിവൈവൽ ഉണ്ടായേ മതിയാകുള്ളൂ. ഉണ്ടാകും. സഭാ സംഘടനകളൊന്നുമില്ലാതെ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പറഞ്ഞൊരു വാക്കുണ്ട്. Amen. ഒറ്റ കാര്യമാണ് എന്റെ ആഗ്രഹം, അടുത്തുള്ള സഭകളും വളരണം, നമ്മുടെ സഭയും വളരണം. Amen. Amen. ഹലോ, Amen. അമേൻ, Amen. ആമേൻ. Amen. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്നതല്ല, Amen. പുതിയത് ചിലത് കർത്താവ് കൊണ്ടുവരണം. Hallelujah. പുതിയത് കർത്താവ് ചെയ്യും. ഈ ദേശത്തിലുള്ളതായി തുടരണം. എത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട്? Hallelujah. ദൈവദാസൻ പറഞ്ഞ, ഞാൻ മെസ്സേജ് ഒന്നും തയ്യാറാക്കിയിട്ടല്ല നിൽക്കുന്നത്, പക്ഷെ ദൈവദാസൻ പറഞ്ഞ ആ വാക്യത്തെ ഞാനൊന്ന് തൊടുകയാണ്. Amen. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. Amen. എഴുന്നേറ്റ് പ്രകാശിക്കുക, Amen. Amen. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, Hallelujah. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. Jonuyo koso. ആമേൻ. Basanduyo bor. എഴുന്നേൽക്കുക, പ്രകാശിക്കുക. Shine. Shine. Arise and shine. Rise. ആമേൻ. Yeah, mahato. നിങ്ങൾ എഴുന്നേക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ Katav. കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കും. Hallelujah. ആമേൻ. Amen. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. എന്റെ മേൽ കിടക്കുന്ന ആ പ്രവാചക ശബ്ദത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറാം. നിങ്ങൾ എഴുന്നേക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രകാശം ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. ആമേൻ. Amen. ഈ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേലിൽ ഉദിച്ചിരിക്കുന്നു. നിന്റെ മേളിൽ ഉദിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ ഞാൻ ഈ മൈക്കൊന്ന് എടുക്കുക. എടുത്തോളൂ. ഇതുണ്ട്, വയർലെസ് വൺ ഉണ്ട്. നിന്റെ മേളിൽ ഉദിക്കുക എന്ന് പറഞ്ഞാൽ Amen. അത് കാണത്തക്കവണ്ണമായിരിക്കും. Amen. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നിങ്ങൾ ചിലയിടങ്ങളിൽ കാണത്തക്ക വിധത്തിൽ ദൈവാത്മാവിനെ നിങ്ങൾ ഉദിപ്പിക്കാൻ പോവുകയാണ്. Hallelujah. എത്ര പേര് അത് വിശ്വസിക്കുന്നവരുണ്ട്? സ്തോത്രം. ദൈവത്തിന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചർച്ച് വളരണമോ, ഞാൻ പലയിടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പറയാറുണ്ട്, ചർച്ച് വളരണമോ ഒറ്റ റീസൺ, ഒറ്റ കാര്യം, അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കുക. Hallelujah. അഭിഷേകത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിനെ സ്വീകരിക്കാൻ എത്രത്തോളം, ദേവദാസൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നു അതുപോലെ കർത്താവ് വിളമ്പും. Hallelujah. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശം വന്നിരിക്കുന്നു. ഓൾറെഡി ഇവിടെ വന്നു. Amen. ഇനി അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നിന്റെ മേളിൽ ഉദിക്കും. നീ എഴുന്നേറ്റാണ്. അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് നീ എഴുന്നേൽക്കണം. Rise up. നീ എഴുന്നേറ്റാൽ പ്രകാശിപ്പിക്കാനും നിന്റെ മേളിൽ ഉദിപ്പിക്കാനും എന്റെ ദൈവത്തിന് പറ്റും. Hallelujah.
ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ആത്മാവ് അല്ല സഭയെ നോക്കിക്കൊണ്ട് ആത്മാവ് പറയുന്നു, നിങ്ങളെ കർത്താവ് ഉദിപ്പിക്കാൻ പോകുകയാണ്, കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. ആരൊക്കെയോ ചേർന്ന് ഇല്ലാതാക്കുന്നതിന് ഇന്ന് രാത്രി സ്വർഗം അതിനെ അതിർത്തികൾ നേടുകയാണ്. നോക്കിയേ, അന്ത വാക്കുകൾ പറയുകയാണ്, അന്ധകാരം ഭൂമിയെയും നിന്റെ മേലോ യഹോവ ഉദിക്കും. രണ്ടാമത് പറയാണ്, യഹോവ നിന്റെ മേൽ ഉദിക്കും. ഒരാളുടെ മുകളിൽ ഇപ്പൊ ഈ ഫോക്കസ് ലൈറ്റ്, ഒരു ഫോക്കസ് ലൈറ്റ് എന്റെ മേലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മാത്രം എന്ത് ചെയ്തിരിക്കും? വിസിബിൾ ആയിരിക്കും. ആമേൻ. കൂരിട്ട് എവിടൊക്കെ ഉണ്ടെങ്കിലും എവിടെ നിന്നാലും എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കാണാൻ പറ്റും, നിങ്ങളെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ അത് മറ്റുള്ളവർ കാണത്തക്ക വിധം. ഇതല്ലേ അപ്പോസ്തല പ്രവർത്തിക്കാൻ നടന്നത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച NRI കോൺഫറൻസിനകത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. അവസാനത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ ടാരി മീറ്റിങ്ങിനകത്ത് ഇങ്ങനെയാ പറഞ്ഞത്, ഏക മനസ്സുണ്ടാകണം, ഏക ആത്മാവ് വരണമെങ്കിൽ ഏക മനസ്സുണ്ടാകണം. ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ മതില് താഴെ പോകത്തുള്ളൂ. ചുമ്മാ നിന്ന പറ്റത്തില്ല. ഒന്നിക്കണം. ഹൃദയം ഒന്നിക്കണം, ആത്മാവ് ഒന്നിക്കണം, ജീവിതം ഒന്നിക്കണം. ഇതൊന്നെങ്കിൽ ഒന്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ എഴുന്നേക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ മേൽ വീഴും. ആരൊക്കെയോ ചേർന്ന് നിങ്ങളെ മാന്യത കളഞ്ഞായിരിക്കാം, ആരൊക്കെയോ ചേർന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, എവിടെയൊക്കെയോ തല കുനിഞ്ഞ മേഖലയ്ക്കകത്ത് സ്വർഗം ഇന്ന് രാത്രി പറയുക, നിന്റെ തലയെ പ്രകാശിക്കാൻ. അവരിലേക്ക് നോക്കിയവ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും. ഈ പ്രകാശം അന്നേരം എവിടുന്നാ വരുന്നത്? പ്രകാശം എവിടുന്നാ വരുന്നത്? ഉയരത്തിൽ നിന്നാ വരുന്നത്. ഈ പ്രകാശം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം, ഈ ലോകത്തിൽ ഒരു വെളിച്ചത്തിനും തരാൻ പറ്റാത്തത്. ഈ വെളിച്ചത്തിന് ഒരുത്തന്റെ വടിയെ കിളിർപ്പിക്കാൻ കഴിയും. ഹലോ, ഒരുത്തന്റെ വടിയെ തളിർപ്പിക്കാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ തളിർക്കാൻ പോകുകയാണ്. യോശുവേ, നീ ഒന്നും ചെയ്യണ്ട, ഇരുട്ട് ഭൂമിനകത്തായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കും അറിയാത്തതൊന്നും നിന്റെ കൈകളിൽ സ്വർഗം തരാൻ പറ്റും. ഒറ്റ രാത്രി കൊണ്ട് ഒരുത്തന്റെ വഴി തളർത്തു. അടുത്ത വാക്ക് പറയുന്നത്, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാ. സ്കൂളിൽ പഠിക്കുമ്പോൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചെടിക്ക് വളരണമെങ്കിൽ എന്തോ വേണം? ഫോട്ടോസിന്തസിസ് വേണം. ഒരു സൈക്കിൾ വേണം. അയ്യോ, ഞാൻ ഈ മെസ്സേജ് ഈ വഴി തളർത്തത്തിനെ കുറിച്ച് മെസ്സേജ് പഠിച്ചപ്പോ എന്റെ കൂടെ ഇരുന്ന ഒരു അഭിഷക്തനുണ്ട്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഒരു ഏജിലെ ഒരു സീനിയർ ദൈവദാസന്. അപ്പൊ ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ഒരു ബദാം കായ്ക്കണമെങ്കിൽ 6 വർഷം തൊട്ട് 8 വർഷം വരെ വേണം. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഒരുത്തന്റെ വടി പോലും തളർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരില പോലും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം നിനക്ക് വേണ്ടി വിളിക്കുക. വർഷങ്ങളുടെ പ്രോസസ്സിംഗ് ഒറ്റ രാത്രികൾ തീർത്തെങ്കിൽ, ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് തീർത്തെങ്കിൽ, ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിലത് വർഷങ്ങളുടെ പ്രോസസ്സിംഗുകൾ. ഈ മെസ്സേജ് എന്തിന് ഞാൻ പ്രസംഗിക്കാൻ വന്ന ആളല്ല. ഹലോ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, നിങ്ങൾ തളിർക്കാൻ പോകുകയാണ്. നിങ്ങളുടെ സഭയെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ മേലിൽ കിടക്കുന്ന ആ അഭിഷേകത്തെ പൂർണ്ണമായി പുറത്തെടുക്ക്. നിങ്ങൾ വാടിപ്പോകുമെന്നും ഇല്ലാതായി പോകുമെന്നും കരിഞ്ഞു പോയെന്നും പറഞ്ഞവന്റെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, തളിർപ്പിക്കാൻ പോകുകയാണ്.
Miyakadoror Beshyam Deros. മണ്ണിന്റെ ഗന്ധമില്ലാതെ, Miyakatanato. വെള്ളത്തിന്റെ ഗന്ധമില്ലാതെ, Amen. വെളിച്ചത്തിന്റെ ഒരു പ്രകാശവും റൂമിനകത്തില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് തളർത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലരെ നോക്കിക്കൊണ്ട് പറയാം, ഈ പ്രകാശം നിന്റെ മേളിൽ ഉദിക്കുമെന്നാണ് തിരുവചനം പറയുന്നതെങ്കിൽ ഇന്ന് രാത്രി എഴുന്നേക്കാൻ മനസ്സുണ്ടെങ്കിൽ ചിലത് കിളിപ്പിക്കാൻ സ്വർഗത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട്? ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് അതുണ്ടാകും. സ്വർഗത്തിൽ നിന്ന് ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? എഴുന്നേൽക്കുക. എഴുന്നേറ്റാൽ എന്താ സംഭവിക്കും? പ്രകാശം വരും. പ്രകാശം വന്നിട്ട് പോകുമെന്നല്ല, നിന്റെ മേളിൽ ഉദിക്കും. മറ്റുള്ളവർക്കെല്ലാം ഇരുട്ടായിരിക്കും, പക്ഷെ നിനക്ക് വെളിച്ചമായിരിക്കും. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നത്, ഇരുട്ടിനകത്ത് സ്വർഗം വെളിച്ചമായ ഇരുട്ട് കിടക്കുന്നത്. എന്താ ഈ ഇരുട്ട് കിടക്കുക? വായ്ത്തത്വമുണ്ടെങ്കിലും ഈ റൂമിനകത്ത് ഇപ്പൊ ഇത്രയും സൗകര്യമുണ്ട്, ഇവിടെ ഇത്രയും നല്ല മൈക്കുണ്ട്, പക്ഷെ ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ആരും വിളിക്കാതെ എന്തോ വരും? അന്ധകാരം വരും. ഈ അന്ധകാരത്തിൽ ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമോ? കാണത്തില്ല. ഞാൻ വിശന്നിട്ട് കുറച്ച് ദിവസം ഇരിക്കുക, നമ്മളെല്ലാരും കൂടെ ഇവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു, പക്ഷെ ഇവിടെ നല്ലൊരു ബിരിയാണി ഇരിക്കുകയാണ്. പക്ഷേ കാണാനോ അനുഭവിക്കാനോ കാണാൻ പറ്റിയില്ലെങ്കിലോ? കഴിക്കാനും പറ്റില്ല. എവിടെയാണെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, ചില വായ്ത്തത്വങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇരുട്ട് മൂടിയതിന് ഇന്ന് രാത്രി സ്വർഗം മാറ്റാൻ പോകുന്നു. നിങ്ങൾ ആ ദൂതിനെ ആമേൻ പറയുന്നില്ലെങ്കിൽ ഞാൻ ആമേൻ പറയുക. ഇരുണ്ട് കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇരുട്ടുകൂടി കിടക്കുക. ഇന്ന് രാത്രി സ്വർഗം പറയുന്ന ഇന്ന് രാത്രി മാറ്റും. ചില തലമുറകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലത് ഇന്ന് രാത്രി സ്വർഗം മാറ്റും. ചില കുടുംബത്തിനകത്ത് ആ ഇരുട്ട് മാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ റെസ്പോണ്ട് ചെയ്യുന്നവരായിരിക്കും. ആരും വിളിക്കാതെയാണ് ഈ ഇരുട്ട് കയറുന്നത്. ഈ ഇരുട്ടിന് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തുന്നില്ല. ഇരുട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ ഡിപ്രഷന്റെ സ്പിരിറ്റ് ആണ്. ഇരുട്ടെന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഇരുട്ടിനകത്താണ് ഒരുത്തനെ ഉള്ളറയിലേക്ക് കയറ്റുന്നത്. പക്ഷെ ഇന്ന് രാത്രി ചില ഡിപ്രഷന്റെ സ്പിരിറ്റുകൾ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. ചില കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. നീ പുറത്തു വരണമെന്നും നിന്റെ കുടുംബം പുറത്തു വരണമെന്നും ഈശാനും മനുഷ്യനും ചേർന്ന് പദ്ധതി ഒരുക്കിയിരിക്കുന്ന സകലവും ഇന്ന് രാത്രി നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇത് ഒത്തിരി വലിയ ദൂതാണ്. ഈ വാക്യത്തിനകത്ത് ഫസ്റ്റ് എഴുന്നേൽക്കുക, പ്രകാശിക്കും, ഇരുട്ട് എന്നുള്ളത് 3 വിഷയം ഭയങ്കര ഡീപ്ലി മെസ്സേജാണ്. എഴുന്നേറ്റാലുള്ള ഗുണത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏലിയാവ് ചൂരച്ചെടിയിൽ അവിടെ കിടന്നുകൊണ്ട് എഴുന്നേറ്റത് ദൈവ പദ്ധതികൾക്ക് വേണ്ടി ഓടാനാണ്. ഹലോ, ഇന്ന് രാത്രി ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ പറഞ്ഞ് എഴുന്നേറ്റാൽ ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എഴുന്നേറ്റാൽ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കാണും. നമുക്ക് മനസ്സില്ല എഴുന്നേറ്റാൽ. ഒന്നാമത്തെ കാര്യം മനസ്സില്ല. ഇത്ര നേരം ആരാധിച്ചവർക്ക്
ഒന്ന് എഴുന്നേക്കാൻ മനസ്സില്ല, Hallelujah. പിന്നെ ഒന്ന് കണ്ണു തുറക്കാൻ മനസ്സില്ല. കൃപയെ കൃപയെ എഴുന്നേറ്റാൽ നമുക്ക് കാണേണ്ടത് നമ്മുടെ മുമ്പിൽ അനുഭവിക്കേണ്ട പലതും നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. കുംബാരെ ബദുര ജുനയ കോദോസ്. ഓ ജീസസ്. Hallelujah. നമ്മൾ ഈ ഇരുട്ടിനകത്ത് തപ്പിയും തടവി ഇങ്ങനെ നടക്കുക. കൃപ കൃപ ഇന്ന് കൃപ രാത്രി അത് മാറണം, കൃപ 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 അത് മാറണം. കൃപ കൃപ കൃപ. ഇത് മാറിയിട്ട് നമുക്ക് ചിലത് കർത്താവ് കാണിച്ചു തരാൻ. Hallelujah. ദാവേ ഈ പ്രകാശം വന്ന് വീണാൽ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് സംഭവിച്ചത് എന്താ? അഗ്നിജ്വാല പോലെ ഈ തീ എന്തുവാ? ആമേൻ. വെളിച്ചമാണ്, വെളിച്ചമാണ്. ഔടാ നമന ഇത് പരിശുദ്ധാത്മാവ്. ലന്ദിരിയ കുർദോ നമനസ്. നിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ കൽച്ചരാ തുനിയോ സദോറ. നിന്നെ ആള് മാറ്റും. ആമേൻ ആമേൻ നീ ആമേൻ ഒരു പ്രകാശമാവും. ആമേൻ ആമേൻ. ആമേൻ കൃപ കൃപ. ആമേൻ ആമേൻ. ആമേൻ. ഇരുട്ടിനെ ഓട്ടോമാറ്റിക്കലി മാറ്റാൻ പറ്റും പരിശുദ്ധാത്മാവിനാണ്. ഞാൻ പലയിടങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരാളാണ്. പലരും വന്ന് പറയാറുണ്ട്, പാസ്റ്റേ തലമുറ ശരിയാവത്തില്ല. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ വെളി അഭിഷേകമുണ്ട്. വചനത്തിയോ റബ. ഉണ്ട്. ഉറപ്പാണോ? ഉറപ്പാ. നിങ്ങൾ അവരുടെ റൂമിൽ അവരില്ലാത്ത സമയത്ത് കാല് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അവൻ പുറത്തു വരും. ഔറാ നിഹദി. എന്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കനം തേര ബരുസി. വിവാഹം കഴിക്കത്തില്ലെന്ന് പറയുന്ന ടീമുകളെല്ലാം കല്യാണം കഴിച്ചത് എനിക്കറിയാം. ഔടാ നിമിഹദി. കാരണം ഒറ്റ കാര്യമുള്ള അഭിഷേകത്തിൽ നീ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പോകണ്ട, പ്രവാചകൻ പോകണ്ട, പാസ്റ്റർ പോകണ്ട, നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ബന്ധക്കോസുകാരുടെ പവർ അറിയത്തില്ല. പ്രൈച്ചോണിയ ദിയോസ്. ഹലോ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാമെങ്കിൽ പിന്നെ പാപ്പാൻ അവിടെ ഇരിക്കുവോ? ബോലോ ഹിക്കതനി ദിയോസ്. ഹലോ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാ, ഇതാ ബന്ധക്കോസ് എന്ന് പറയുന്നത്. ഔടാ നിമിഹദിയോ. ബന്ധക്കോസുകാരുടെ പവർ അറിയാക്കി ഔടാ നിമിഹദിയോ. പിശാചിന് 7 അയലത്ത് പോലും വരത്തില്ല. കയോ പതോന മഹതൽ കയോ രാജ. സ്തോത്രം, സ്തോത്രം. വചനത്തിയോസ്. ഇപ്പൊ പലപ്പോഴും നമ്മുടെയൊക്കെ വിഷയം എന്താ പറയാ, പിശാചിന് ഹൈലൈറ്റഡാ. ഹല്ലേലൂയ. ഹലോ, ഹല്ലേലൂയ. കൃപ കൃപ. പിശാചിനെ ഹൈലൈറ്റഡാ. പക്ഷെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, കുറച്ച് കാണിക്കും. ഇന്ന് രാത്രി നിന്നേക്കാൾ പിശാചിനേക്കാൾ ഏറ്റവും വലിയ ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒത്തമ ബോധ്യം നമുക്കുണ്ടായാൽ മതി. ആമേൻ ആമേൻ. ഓക്കേ, ഇരുട്ടിൽ വല്ലതും കാണാൻ പറ്റുമോ? ഔടാനിയ കാണാൻ പ്രയാസം. ഇരുട്ടിലൊന്നും കാണാൻ പറ്റത്തില്ല. ആമേൻ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് 23-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ, ആമേൻ. ഒരു താഴ്വരയിൽ കൂടി താഴ്വരയിൽ കൂടെ നടന്നു പോയി. ഒരനർത്ഥവും ഭയപ്പെടുന്നു. ഞാനൊരു അനർത്ഥവും. വെളിച്ചം കൂടെ ഉള്ളത് കൊണ്ട്. കാരണം എന്താ? എന്റെ കരത്തിൽ ഒരുത്തും പിടിച്ചിട്ടുണ്ട്. ഔടാ നിമിഹദിയ ഇന്ന് കൃപ. രാത്രി ഇതൊരു കൺഫർമേഷൻ വേറെ. നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സാധാ വ്യക്തിയാണ്, ലോകത്തിന്റെ വെളിച്ചമായവൻ, ദൈവീയ പദ്ധതികൾക്കായി നിന്നെ വലിച്ചു കയറ്റാൻ കഴിവുള്ളവൻ. നിങ്ങളുടെ പറഞ്ഞ മരണത്തിന്റെ അവസ്ഥയ്ക്കകത്ത് നിന്നും നിന്നെ ജീവനിലേക്ക് പിടിച്ചു കയറ്റാൻ കഴിയുന്ന ഒരുത്തരുണ്ടെങ്കിൽ പക്ഷെ നിനക്ക് നടക്കാൻ ഒരു മനസ്സ് വേണം. നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ നടക്കാം, ആമേൻ വെളിച്ചത്തിൽ നടക്കാം. ആമേൻ. പിന്നെ നീ വെളിച്ചമായിട്ട് തന്നെ ആയിരിക്കും. ഹയത്ത തന്നെ. നീ പുറത്തിറങ്ങിയ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ മേളിൽ പ്രകാശമുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതർ. അവരുടെ മുഖം, നോക്കിയവരുടെ മുഖം ആമേൻ. റെഡി. ലജ്ജിച്ചു പോയിട്ടില്ല. റിഫ്ലക്ഷന്. ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളല്ലേ കാണുന്നേ? അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഏതാ വെളിച്ചം? ആമേൻ. ക്രിസ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഉദിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛാ ഇത്രേ ഉള്ളു, ക്രിസ്തുവിലാകുക. ക്രിസ്തുവിലായാൽ നിന്നെ അടിമുടി ചേഞ്ച് ആവും. ഞാൻ എപ്പോഴും ചർച്ചകളിൽ പ്രസംഗിക്കുമ്പോ എന്റെ ചർച്ചിലും പറഞ്ഞൊരു വാക്കുണ്ട്, വീട്ടിലൊരു അഭിഷേകം, നാട്ടിലൊരു അഭിഷേകം, ചർച്ചിനകത്തൊരു അഭിഷേകം സ്വർഗത്തിൽ പോകില്ല. ഒറ്റ അഭിഷേകം. വീട്ടിലൊന്നാണെങ്കിൽ ചർച്ചിൽ ഒന്നായിരിക്കും, ചർച്ചിൽ ഒന്നാണെങ്കിൽ പുറത്തു ഒന്നായിരിക്കും. നിങ്ങളുടെ അമ്മയോ ഫിലദൽഫിയ വ്യത്യാസമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് അങ്ങനെയുള്ളവരെ സ്വീകരിക്കാനേ വരുന്നേ. നാട്ടിലൊരു അഭിഷേകം, വീട്ടിലൊരു അഭിഷേകം, ചർച്ചിലൊരു അഭിഷേകം. ചർച്ചിൽ വരുമ്പോ ഭയങ്കര ആരാധന, വെളിപാട്, ഭയങ്കര ഇത്. വീട്ടിൽ വരുമ്പം ബാക്കി നീ ഊഹിച്ചോ. ഇവരെ കർത്താവിന് വേണ്ട, എപ്പോഴും ഒന്ന്, ഒരേ അഭിഷേകം. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നവർ?
കർത്താവ് എന്റെ മേളിൽ ഒരു പുതിയൊരു പ്രകാശം Elohim, Prajoravasia. എഴുന്നേക്കണം. Amen. ഇന്ന് രാത്രി എഴുന്നേക്കാൻ മനസ്സിലാവും. Hallelujah. അങ്ങനെയാണെങ്കിൽ ദേവദാസൻ പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ചർച്ച പോകുന്നത്. Keanos. ഹാർവസ്റ്റ് ആണ്. The glorious harvest എന്നാണ് ഞങ്ങളുടെ ഈ വർഷത്തെ തീം. Amen. ഞങ്ങളുടെ Amen. ചർച്ചകളുടെ എല്ലാ തീം ഗ്ലോറിയസ് ഹാർവസ്റ്റ് എന്നാണ്. Amen. Amen. ഹാർവസ്റ്റ് ഉണ്ടാകണമോ, വളർച്ച ഉണ്ടാകണമോ, ഒറ്റ കാര്യം വെളിച്ചം അത്യാവശ്യമാണ്. ഈ Hallelujah. വെളിച്ചം ഉണ്ടാകുവാണെങ്കിൽ ചില മുള പൊട്ടും. Amen. യാതൊരു സംശയമില്ല കർത്താവേ. അങ്ങനെയാണെങ്കിൽ ഈ സഭയെ നോക്കിക്കൊണ്ട് എന്റെ സമയം തീർന്നു. Arokeos. ഇന്ന് രാത്രി ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, Genetios. ഒരു മുള പൊട്ടും. കർത്താവേ, പ്രകാശം അടിച്ചാൽ മുള പൊട്ടും, വളരണമേ, വളരും. വേരൂന്നണമേ. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, എവിടൊക്കെയോ പിശാച് മൂടിക്കളഞ്ഞത് ഇന്ന് രാത്രി എഴുന്നേക്കാൻ മനസ്സിലായി. Hallelujah. അടുത്ത മണിക്കൂറല്ല, അടുത്തൊരു ദിവസത്തേക്കല്ല, ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ്, ഇന്ന് നിങ്ങൾ വീടിന്റെ കതവ് തുറക്കുമ്പോ ചില വിടുതലുകൾ നിങ്ങൾ കാണുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില ഇരുട്ടുകൾ ഇന്ന് രാത്രി കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വെളിച്ചം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ വെളിച്ചമായത് ഇന്ന് രാത്രി ലോകത്തിന്റെ വെളിച്ചമായത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. വചനമാകുന്ന വെളിച്ചം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആ വെളിച്ചവുമായി പോയ ഇരുട്ടിനെ ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനകത്ത് പുറത്തെടുക്കാം. ഇന്ന് രാത്രി ആ വെളിച്ചം ഇന്ന് രാത്രി ചിലരുടെ ലൈഫിനകത്ത് വീഴട്ടെ. ഇന്ന് രാത്രി ചിലരുടെ മീതെ ആ വെളിച്ചം ഉദിക്കട്ടെ. നീ ചെല്ലുന്നിടത്ത് വെളിച്ചമായി മാറട്ടെ. എല്ലാ ഇരുളുകളും നിന്റെ മുമ്പിൽ കിടക്കുന്ന സകല ഇരുട്ടുകളും നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന സകല ഇരുട്ടുകളും ചില വാഴ്ത്തങ്ങളുടെ മീതെ കിടക്കുന്ന ഇരുട്ട് ഇന്ന് രാത്രി നസ്രേയനായ യേശുവിന്റെ നാമത്തിൽ ഏറ്റുമാറ്റാം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. ആമേൻ. ആമേൻ. ഒന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ പറ, എഴുന്നേറ്റാൽ പ്രകാശിക്കും. പ്രകാശിക്കുന്നത് നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കാണത്തക്കവണ്ണം മറ്റുള്ളവർക്കും അതൊരു വെളിച്ചമാവും. പ്രത്യേകിച്ച് അമേരിക്കയില്, ഞാനും അമേരിക്കക്കാരനാണ്, അതുകൊണ്ട് പറയാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഡോളർ നോക്കിയ പാസ്റ്റല്ല. ഹലോ, ഇന്നും ജോലി ചെയ്തുകൊണ്ടാണ് കർത്താവിന്റെ വില. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഡോളർ നോക്കുന്ന പാസ്റ്റല്ല. അതുകൊണ്ട് പറയാം, നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം. ഹലോ, നമ്മുടെ സ്റ്റാറ്റസ്. ഹലോ, ഇതാ നമ്മുടെ ആവശ്യം. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. ഈ സഭ വചനത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം നിമിത്തം ചിലർ ആകർഷിക്കപ്പെടണം. നിങ്ങളിലുള്ള സ്നേഹം നിമിത്തം മറ്റുള്ളവർ ആകർഷിക്കപ്പെടണം. ഈ വെളിച്ചം നിങ്ങൾ പലരെയും, ഈ വെളിച്ചം ചിലരെ അട്രാക്ട് ചെയ്യും. വെളിച്ചമുണ്ടെങ്കിൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇല കരിഞ്ഞെന്നല്ല പറഞ്ഞേ, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഈ സഭയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, യാദൃച്ഛികമായിട്ടാണ് ഈ ആരാധനയാലയത്തിൽ കയറിയത്. പരിശുദ്ധാത്മാവേ,
ഈ സഭയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി സ്വർഗം വെളിപ്പെടുത്തണം. ഇതൊരു വെളിച്ചമായി മാറട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. വചനം വചനമായി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നിവർത്തീകരിക്കപ്പെടട്ടെ. ഞങ്ങളങ്ങേ കർത്താവേ, ഇന്നെന്ത് പ്രസംഗിച്ചോ ഞങ്ങളങ്ങേ അതിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണല്ലോ കർത്താവേ. എന്ത് പ്രസംഗിക്കുന്നു ഞങ്ങളങ്ങേ അത് ആരാധിക്കുന്നു. കാണത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ. അത് റിഫ്ലക്ഷൻ ചെയ്യത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ. അത് 100 മേനിയാണ്. ഹല്ലേലൂയ. ഈ ജനം എങ്ങനെ വിശ്വസിച്ചോ മച്ചോലോ അവരുടെ മേലിൽ അത് വീഴട്ടെ. യാരബസേ. സ്വർഗം അത് ചെയ്തതിന് നന്ദിയോടെ സ്തോത്രം. ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹമാകും ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.